കുട്ടികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു എന്ന വാർത്ത പൊഴുതന ജംഗ്ഷൻ LP സ്കൂളിന് സമീപത്താണ് സംഭവം ഉണ്ടായത്. കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദൃശ്യങ്ങൾ 24-ന്. ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. ഇതാണ് പ്രേക്ഷകർ കാണേണ്ട ദൃശ്യമാണത്. സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്, കുട്ടികൾ അത്ഭുതകരമായിട്ടാണല്ലോ രക്ഷപ്പെട്ടിരിക്കുന്നത്, പറയൂ. തീർച്ചയായും SKN, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പൊഴുതന ജംഗ്ഷനിൽ LP സ്കൂളുണ്ട്. ആ LP സ്കൂളിനടുത്ത് ആണ് ഇത്തരത്തിൽ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യം. ശരിക്കും അത് ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലാണെന്ന് ആ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം ആ കുട്ടികൾ എത്തി നോക്കുന്നു, ഉടൻ തന്നെ കാട്ടാന പാഞ്ഞെടുക്കുന്നു, ഇവർ ഓടി രക്ഷപ്പെടുന്നു. ആർക്കും അങ്ങനെ പരിക്കോ മറ്റോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഈ മേഖല എന്ന് പറയുന്നത് തോട്ടം മേഖലയാണ്. കുറിച്യാർ മലയുടെ താഴ്വാരത്തുള്ള പ്രദേശമാണ് പൊഴുതന എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട തോട്ടം, തേയിലത്തോട്ടങ്ങളെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, അതായത് ഇതിനടുത്താണ് ഈ സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഇന്നലെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ ഷെഡ് ആക്രമിക്കുന്ന വിധത്തിലേക്ക് കാട്ടാന എത്തി. ആ ഷെഡ് ആക്രമിച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ നിരന്തരം കാട്ടാനകൾ പല മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പാണ് പൊഴുതനയ്ക്കടുത്തുള്ള കറവന്തോട് നിന്ന് നമ്മളെ ഒരാൾ ബന്ധപ്പെട്ടത്. അവിടെ ഒരു പട്ടിയെ കടിച്ചു കൊന്നു. അത് പുലിയാണ്. അപ്പോൾ പുലിയും ആനയും ഒപ്പം കാട്ടുപോത്തും അങ്ങനെ എല്ലാമായി വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് വയനാട് മുന്നോട്ട് പോകുന്നത്. അത് ആ ഒരു സാഹചര്യം ഇപ്പോഴും മഴക്കാലത്ത് പോലും ഇങ്ങനെ ആക്രമണം തുടരുന്ന ഒരു സ്ഥിതിയിലേക്ക്, ഇങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് കൂടുതൽ എത്തിയിട്ടുണ്ട്. മഴയെ ഭയന്നുകൊണ്ട് തന്നെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണവും തുടർച്ചയാകുന്നത്. എന്തായാലും പൊഴുതനയിൽ ആണ് ഈ സംഭവം. അതും പൊഴുതന ഒത്ത നഗരമാണ്. ആ ഒത്ത ടൗണിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പ്രദേശത്ത് വെച്ച ഒരു കടയിലെ CCTV-യിലാണ് ഈ ദൃശ്യം കുടുങ്ങിയിട്ടുള്ളത്. കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. SKN അതിൽ ആശ്വാസം നൽകിയത്. ഇപ്പോൾ